ഓം നമോ നാരായണായ. അഞ്ചാമത്തെ ശ്ലോകം. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദാ ഏവ ഇയം പരേഷു അസ്ഥിരേ തസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാഃ തേഷു ഏഷാ വസതി സ്ഥിര ഏവ ദയിത പ്രസ്താവ ദത്താദരാ. ലക്ഷ്മീ സ്ഥാവകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യത്ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദരാ. ഹേ ലക്ഷ്മീപദേ, അലയോ ലക്ഷ്മീ വല്ലഭ. ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി താവകരാമണീയക ഹൃദ ഏവ, അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടു തന്നെയാണ് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതി അസ്മിൻ എന്നതിന് അന്യത് പ്രമാണം അഭി, ഇനിയൊരു പ്രമാണം കൂടി അധുനാ വക്ഷ്യാമി, ഞാനിപ്പോൾ പറയാം. യേ ജന, ഏതാളുകൾ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താഃ, നിൻതിരുവടിയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് അടുത്ത ഭക്തന്മാരായിരിക്കുന്നു. തേഷു ഏഷാ ദയിത പ്രസ്താവദത്താദരാ സ്ഥിര ഏവ വസതി, അവരിൽ ഇവൾ പ്രിയതമനായ അങ്ങയുടെ വാർത്തയുണ്ടാകുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ പറ്റിക്കൂടുന്നു. ഇവിടെ മേൽപ്പത്തൂരിൻ്റെ സ്വയം ഒരു കൽപ്പിത ആശയമാണ് പറയുന്നത്. ഭഗവാനിൽ ഭക്തി കുറഞ്ഞവരും ലക്ഷ്മീ ദേവിയിൽ ഭക്തി കൂടിയിട്ടുള്ളവരുമായ ഭക്തന്മാരിൽ നിന്നാണ് ലക്ഷ്മീ ദേവി അകലുന്നത്. ഭഗവാനിൽ ഉറച്ച ഭക്തി സമ്പാദിച്ചവരാകട്ടെ അവരെ ഒരിക്കലും ലക്ഷ്മീ ദേവി ഉപേക്ഷിക്കുന്നില്ല. അവർ ചെയ്യുന്ന ഭഗവാന്റെ ഗുണാനുകീർത്തനത്തിൽ ആദരവ് കൊണ്ടോ എന്ന് തോന്നുമാറ് ലക്ഷ്മീ ദേവി അവരെ വിട്ടുപിരിയാതെ സ്ഥിതി ചെയ്യുന്നു. ഭഗവാനോടുള്ള അതിരറ്റ ആസക്തി കാരണമാണ് ഭഗവാനിൽ നിന്ന് ലക്ഷ്മീ ദേവി വിട്ടുപിരിയാതിരിക്കുന്നത്. ആയതിനാൽ ലക്ഷ്മീ പ്രസാദ ലാഭത്തിന് ഭഗവത് ഭജനം തന്നെയാണ് ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയാണ് മേൽപ്പത്തൂർ. ലക്ഷ്മീ സ്ഥാവകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യത്ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദരാ. ആറാമത്തെ ശ്ലോകം. ഭഗവത് രൂപം വിചിന്തനം ചെയ്യുമ്പോൾ തന്നെ ഭക്തി സ്വയം ഉണ്ടാകുന്നത് ഏതു വിധത്തിലാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവത് രൂപത്തിൽ സ്ഥിരപ്രേമം ഉണ്ടാകുന്നതിന് ഭഗവത് കഥാശ്രവണമാണ് വേണ്ടത് എന്ന് മേൽപ്പത്തൂർ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. ഏവം ഭൂതമനോജ്ഞതാനവ സുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചതി അപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിശ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിശ്യന്ത സന്തോഹനം, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന പുതിയ അമൃതത്തിന് ഉറവിടവും പരചിത്രസായനമയം പരബ്രഹ്മരസായനവും ചേതോഹരം ത്വദ്രൂപം മനോഹരവുമായ നിന്തിരുവടിയുടെ വിഗ്രഹം ശൃണ്വതാം കേൾക്കുന്നവരുടെ മതിം സദ്യ പ്രേരയതേ
മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും മതിപ്പിക്കുകയും ആനന്ദവിവശമാക്കുകയും അംഗകം രോമാഞ്ചയതി ദേഹം മുഴുവനും രോമാഞ്ചമണിയിക്കുകയും ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന കുളിർത്ത കണ്ണുനീരിൽ വ്യാസിഞ്ചതി അപി ആറാടിക്കുകയും ചെയ്യുന്നു. ഭക്തി ഉണ്ടാകുന്നതിന് എന്താണ് മാർഗം എന്ന് പറയുകയാണിവിടെ. ഇങ്ങനെ സർവ്വ സൗന്ദര്യത്തിനും ഇരിപ്പിടമായ ഭഗവത് രൂപം ഭഗവത് കഥാശ്രവണം കൊണ്ട് മനസ്സിൽ പ്രവേശിക്കുമ്പോൾ അത് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവാനിൽ ലയിപ്പിക്കുന്നു. അങ്ങനെ പരമാനന്ദത്തെ ഉളവാക്കുന്നു. അപ്രകാരം ഭഗവാനിൽ മനസ്സ് ലയിച്ചിട്ടുള്ള ഭക്തനും രോമാഞ്ചം, ആനന്ദ കണ്ണുനീർ മുതലായ അനുഭവങ്ങൾ ക്രമേണ ഉണ്ടായി വരുന്നു. ആ ഭക്തന്റെ ശരീരവും സർവ ഇന്ദ്രിയങ്ങളും അമൃതവർഷം കൊണ്ടുണ്ടാകുന്ന പരമമായ നിർവൃതിയെ പ്രാപിക്കുന്നു. സർവതാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു. ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യങ്കകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ.